ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ലേൺ വിത്ത് മീ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. LP UP സിലബസ് ബേസ് ചെയ്തുള്ള ക്ലാസ്സുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേഷൻസ് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നവോത്ഥാന നായകന്മാരിൽ രണ്ടാമത്തെ ആൾ ചട്ടമ്പി സ്വാമികൾ. 1853 ഓഗസ്റ്റ് 25 അദ്ദേഹം ജനിച്ചത്. തിരുവനന്തപുരത്തുള്ള കണ്ണൻമൂലയ്ക്കടുത്ത് കൊല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹപ്പേര് ഉള്ളൂർക്കോട് വീട് എന്നാണ്. പിതാവ് വാസുദേവ ശർമ്മ, മാതാവ് നങ്ങിയമ്മ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം അയ്യപ്പൻ, ഓമനപ്പേര് കുഞ്ഞൻപിള്ള. പിന്നെ അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാർ തൈക്കാട് അയ്യ, പേട്ടയിൽ രാമൻപിള്ള ആശാൻ, സുബ്ബജട പാടികൾ, കൃഷ്ണപിള്ള. അദ്ദേഹം അന്തരിച്ചത് 1924 മെയ് 5-ന് ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാനാണ്. രാമൻപിള്ള ആശാൻ്റെ ഗുരുകുലത്തിലെ വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായും അവരെ നിയന്ത്രിക്കുന്നതിനായും കുഞ്ഞൻപിള്ളയെ മോണിറ്റർ അല്ലെങ്കിൽ ചട്ടമ്പിയായി നിയോഗിച്ചു. അങ്ങനെയാണ് ഈ ചട്ടമ്പി എന്നുള്ള പേര് അദ്ദേഹത്തിന് ലഭിച്ചത്. വേദോപനിഷത്തുകളിലും സംസ്കൃതത്തിലും യോഗവിദ്യയിലും അദ്ദേഹത്തിൻ്റെ ഗുരു സുബ്ബജട പാടികളാണ്. അതുപോലെ സന്യാസി വൃത്തി സ്വീകരിക്കാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചതും ഈ സുബ്ബജട പാടികൾ തന്നെയാണ്. തമിഴ് വ്യാകരണത്തിലും തമിഴ് വേദാന്ത ശാസ്ത്രത്തിലും അദ്ദേഹത്തിൻ്റെ ഗുരു സ്വാമിനാഥ ദേശികർ. അതുപോലെ ചട്ടമ്പി സ്വാമികൾക്ക് ബോധോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരമാണ്, തമിഴ്നാട്ടിലെ. സന്യാസം സ്വീകരിച്ചതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പേര് ഷൺമുഖദാസൻ എന്നായിരുന്നു. അതായത് മുരുകൻ്റെ തീവ്രഭക്തനായതുകൊണ്ടാണ് ആ ഷൺമുഖദാസൻ എന്നുള്ള പേര് അദ്ദേഹം സ്വീകരിച്ചത്. അതുപോലെ ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്കുള്ള മതപരിവർത്തനത്തെ അദ്ദേഹം എതിർത്തിരുന്നു. സസ്യഭക്ഷണത്തിൻ്റെ പ്രാധാന്യവും അഹിംസയും പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി പ്രവർത്തിച്ച ഏക സാമൂഹിക പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. പിന്നെ ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ഇല്ലാതാക്കുന്നതിന് പരിഹാരം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കലല്ല, മറിച്ച് ക്ഷേത്രങ്ങളിൽ നിന്നും ജാതി ഭൂതങ്ങളെ അടിച്ചു പുറത്താക്കുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലത്തിനടുത്ത് ശിഷ്യന്മാർ പണിത ക്ഷേത്രം ബാലഭട്ടാരക ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ചട്ടമ്പി സ്വാമികളോടുള്ള ആദരസൂചകമായി പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു അദ്ദേഹത്തിൻ്റെ ചിത്രത്തോടുകൂടി. അത് 2014 ഏപ്രിൽ 30. ചട്ടമ്പി സ്വാമികളും വിവേകാനന്ദനും. സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചത് 1892 ഈ സ്വാമി വിവേകാനന്ദനെ കേരള സന്ദർശനത്തിനായി ക്ഷണിച്ചത് ഡോക്ടർ പൽപ്പുവാണ്. അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ നിന്നും എറണാകുളത്ത് വന്നിട്ടാണ് ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചത്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്നാണ് വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ പരാമർശിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ് എന്ന് ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദനെയും വിശേഷിപ്പിച്ചു. അതുപോലെ സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ മാഹാത്മ്യത്തെ പറ്റി പറഞ്ഞു കൊടുത്തത് ഈ സ്വാമികളാണ്. ചിന്മുദ്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ധ്യാനത്തിന് ഇരിക്കുന്ന സമയത്ത് തള്ളവിരലും ചൂണ്ടുവിരലും കൂടെ ചേർത്തിട്ട് നമ്മളിങ്ങനെ 2 കാൽമുട്ടിലും വെച്ചിരിക്കില്ലേ, അതാണ് ചിന്മുദ്ര എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് സ്വാമി വിവേകാനന്ദന് പറഞ്ഞു കൊടുത്തത് ചട്ടമ്പി സ്വാമി. ചട്ടമ്പി സ്വാമികളുടെ വിശേഷണങ്ങളാണ് സർവ്വവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, കാവ്യ ധരിക്കാത്ത സന്യാസി, കേരളത്തിൻ്റെ മഹാനായ പണ്ഡിത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി. ഇനി ഇത് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. ഇതെല്ലാവരും ഒന്ന് വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക, പഠിച്ചു വയ്ക്കുക. ഇനി ഇതിലെ ചില പ്രധാനപ്പെട്ട കൃതികളും അതിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങളും. വേദാധികാര നിരൂപണം. വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ലെന്നും അത് എല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണെന്നും സമർത്ഥിക്കുന്ന കൃതിയാണ് ഇത്. അതുപോലെ ശൂദ്രന്മാർക്കും വേദം പഠിക്കുന്നതിനുള്ള അവകാശമുണ്ടെന്ന് വാദിച്ച കൃതി. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യമെന്ന് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ട കൃതി. ഇതൊക്കെയാണ് വേദാധികാര നിരൂപണം എന്ന് പറയുന്ന കൃതി. അടുത്തതാണ് പ്രാചീന മലയാളം. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകി എന്ന പുരാവൃത്തത്തെ ഖണ്ഡിക്കുന്ന കൃതിയാണ് പ്രാചീന മലയാളം. അടുത്തത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയായ മോക്ഷപ്രദീപത്തെ വിമർശിച്ചുകൊണ്ടുള്ള കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. ക്രിസ്തീയ മിഷണറിമാരുടെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ ശക്തമായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന കൃതിയാണ് ക്രിസ്തുമതഛേദനം. മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന കൃതിയാണ് ആദ്യ ഭാഷ.
ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ച് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കവിതയാണ് സമാധി സപ്തകം. കെ മഹേശ്വരൻ നായർ സ്വാമികളെ പറ്റി എഴുതിയ ജീവചരിത്ര ഗ്രന്ഥമാണ് ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും. സ്വാമികളെ പറ്റി ടോണി മാത്യു രചിച്ച കൃതിയാണ് ചട്ടമ്പി സ്വാമികൾ ജീവിതവും ദർശനവും. ഇനി ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യന്മാർ. അതിലാദ്യം ബോധേശ്വരൻ. അദ്ദേഹം എഴുതിയ ജയ ജയ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്ന കേരള ഗാനം. ഈ കേരള ഗാനത്തെ സംസ്ഥാന സർക്കാർ 2014 സാംസ്കാരിക ഗാനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ശിഷ്യന്മാരാണ് പെരുന്നേലി കൃഷ്ണവൈദ്യൻ, വെളുത്തേരി കേശവൻ വൈദ്യൻ, കുമ്പളത്ത് ശങ്കുപിള്ള, നീലകണ്ഠ തീർത്ഥപാദ പരമഹംസ സ്വാമികൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചട്ടമ്പി സ്വാമികളെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകൾ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എന്തെങ്കിലും മിസ്റ്റേക്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതല്ല ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്